എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ അത്ഭുത ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ മാറി കണ്ടാനശ്ശേരി ഭാഗത്ത് ഒരു കുന്നിൻ മുകളിൽ മനോഹരമായ പാറ ഇടുക്കുകൾക്കിടയിലാണ് കല്ലുരുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ ഭഗവതി, ഗണപതി, മുരുകൻ, ഹനുമാൻ, ശ്രീകൃഷ്ണൻ എന്നിവരാണ് പ്രധാന പ്രതിഷ്ഠകൾ. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഇവിടെ എല്ലാവരും ബാലരൂപത്തിലാണ് കുടിയിരിക്കുന്നത്. ഇവിടെ കുട്ടികളായ ശ്രീകൃഷ്ണനെയും മുരുകനെയും ഗണപതിയെയും ഹനുമാനെയും അമ്മയായ ഭഗവതി കുട്ടികളോടൊത്ത് കളിക്കുവാനായി ഈ പാറപ്പുറത്ത് വരികയും ഈ പാറപ്പുറത്ത് ഇരുന്ന് കളിച്ചു എന്നുമാണ് ഐതിഹ്യം. കൂടാതെ ഇവിടെയാണ് പാറമുകളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ ഭാഗം ഉള്ളത്. ആദ്യം ഇവിടെ ശ്രീകൃഷ്ണൻ്റെ കാൽപാദത്തെയാണ് പൂജിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അഷ്ടമംഗല്യ പ്രശ്നത്തിലൂടെ ഇവിടെ ബാക്കിയുള്ള ദേവന്മാരുടെ സാന്നിധ്യം മനസ്സിലായി. അതോടെ ഇവിടെ ക്ഷേത്രം പണിഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ ഇവിടെ ഒരിക്കലും വറ്റാത്ത ഒരു കുളവുമുണ്ട്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ശ്രീകൃഷ്ണന് പാദപൂജ ഇവിടെ നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു പോകുന്നവരൊക്കെ ഇവിടെയും കൂടെ ഒന്ന് വരുവാൻ ശ്രമിക്കുക. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടിവിടെ. ഇവിടെ കുളം കാണുമ്പോൾ വളരെ ചെറുതായിട്ടേ തോന്നുകയുള്ളൂ. പക്ഷേ ഇതിന് 4 ആൾ പൊക്കത്തിൽ ആഴം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വേറൊരു കാര്യം, പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അങ്ങ് കടലിൽ ചാകര ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ കുളത്തിൽ മത്സ്യങ്ങളെ കാണാൻ പറ്റുമെന്ന്. ശ്രീകൃഷ്ണൻ്റെ പാദം പതിഞ്ഞ ഭാഗത്താണ് എല്ലാ മാസവും പാദപൂജ ചെയ്യാറുള്ളത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് ഇത് ചീട്ടാക്കി ചെയ്യാനായിട്ട് നിറയെ ആൾക്കാർ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. നാരായണ.